ചപ്പാത്തി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. കുഴയ്ക്കാനോ പരത്താനോ ടൈം വേസ്റ്റ് ചെയ്യാതെയാണ് നമ്മൾ ചപ്പാത്തി വെന്തതിന് ശേഷം അടുത്ത സൈഡിലേക്ക് മാറ്റുക. ഹലോ, ഇന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. 5 മിനിറ്റ് കൊണ്ട് ചപ്പാത്തി എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അതായത് കുഴയ്ക്കാനോ പരത്താനോ ടൈം വേസ്റ്റ് ചെയ്യാതെയാണ് നമ്മൾ ചപ്പാത്തി റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഈ ചപ്പാത്തി ഉപയോഗിച്ച് നമുക്ക് അടിപൊളി സമൂസയും ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. ഇവിടെ 2 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് വെള്ളം എന്ന രീതി ആഡ് ചെയ്യുക. സ്പൂൺ വെച്ച് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട ചേർക്കുന്നുണ്ട്. 1 മുട്ട ആഡ് ചെയ്താലും മതിയാവുന്നതാണ്. മുട്ട ചേർത്ത് കഴിഞ്ഞ് ഇതിനെ നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇപ്പൊ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. ഇതിന്റെ ഒരു സൈഡ് വെന്തതിന് ശേഷം അടുത്ത സൈഡിലേക്ക് മാറ്റുക. ഇപ്പൊ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. മൈദ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിന് പൊറോട്ടയുടെ ടേസ്റ്റ് ആണ്. ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണിത്. ഇനി സമൂസയുടെ ഫില്ലിങ്സിന് ആവശ്യമായ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് വേണം ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് റെഡിയാവുമ്പോഴത്തേനും നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ എടുക്കുക, കുറച്ച് കടുക് ചേർക്കുക, അതിലേക്ക് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നു. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ചോപ്പ് ചെയ്ത മുട്ടയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തിയെ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഇതിനെ ഇതുപോലെ മടക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ സൈഡ് നമ്മൾ ഉണ്ടാക്കിയ മാവ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഒരു പാനിലെ എണ്ണയിൽ കുറച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇപ്പൊ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഈസിയായി ചപ്പാത്തി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത് റവ കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പൊറോട്ടയുടെ ടേസ്റ്റ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഓയിലിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് കുറച്ച് ഓയിലിൽ ചൂടാക്കി എടുത്താൽ മാത്രം മതി, നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചപ്പാത്തിയും സമൂസയും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.